എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പ്രേ കൊണ്ട് നമ്മുടെ വീട് മൊത്തം മണക്കാനുള്ള നല്ലൊരു ടിപ്സായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ചൂട് സമയത്തൊക്കെ നമ്മുടെ വീട് നല്ലതുപോലെ വൃത്തിയാക്കാനുള്ള ഒരു കിടിലം വിദ്യയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും ആരും മറന്നു പോവല്ലേ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ ഈ ചൂട് സമയത്തൊക്കെ നമ്മൾ എത്ര തന്നെ വീട് വൃത്തിയാക്കിയാലും അവിടെ വേർപ്പിൻ്റെയും അതുപോലെ തന്നെ ഒരു അഴുക്ക് സ്മെല്ലൊക്കെ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് പോയി കിട്ടാനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് രണ്ടര സ്പൂണ് ഉപ്പ് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ പൊടി ഉപ്പാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കല്ലുപ്പ് വേണമെങ്കിൽ കല്ലുപ്പ് എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കംഫർട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കംഫർട്ട് എന്ന് പറഞ്ഞാൽ പറയണ്ടല്ലോ, ഭയങ്കര മണമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീട് വൃത്തിയാക്കാനും ഇതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു മണം കിട്ടും കേട്ടോ നമ്മളെ വീട്ടിനകമൊക്കെ. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് കംഫർട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിനെ ഒരു സ്പൂൺ വെച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഉപ്പും അതുപോലെ തന്നെ കംഫർട്ടും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു ചെറിയ ബോട്ടിലാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ 2 ചെറിയ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടപ്പിലൊന്ന് ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ അടപ്പിൽ ഹോൾ ഇടാൻ എളുപ്പത്തിലൊരു വിദ്യ എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ഗ്യാസിൽ ഒരു കമ്പിത്തുണ്ടോ എന്തെങ്കിലും ഒന്ന് ഗ്യാസ് അടുപ്പിലൊന്ന് വെച്ച് ചൂടാക്കിയ ശേഷം നമ്മൾ ആ ഹോൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇടാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് ചൂടാക്കിയ ശേഷം ആ അടപ്പിൻ്റെ പുറത്ത് എല്ലായിടം ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു അടപ്പ് നല്ലതുപോലെ ഹോളിട്ടെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ അടപ്പിലെല്ലാം ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ കംഫർട്ടും ഉപ്പും കൂടി മിക്സ് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പോണിയിലേക്ക് എല്ലാം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഈ ഒരു ബോട്ടിൽ നല്ലതുപോലെ മൂടി വെച്ച ശേഷം നമുക്കിത് നമ്മൾ ടി വിയുടെ ഒക്കെ സ്റ്റാൻഡിൻ്റെ അടിയിലോ അല്ലെങ്കിൽ നമ്മൾ ടീപ്പോയുടെ അടിയിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ മണം കിട്ടും കേട്ടോ. അപ്പോൾ ഞാനവിടെ ഒരു ടീപ്പോയുടെ അടിയിലാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ വീട് മൊത്തം മണക്കാനുള്ള നല്ലൊരു ടിപ്സാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ തറയൊക്കെ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു വെള്ളത്തിലേക്ക് കുറച്ച് പൊടിയുപ്പിട്ട് കലക്കിയ ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് കംഫർട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ തറയൊക്കെ നല്ലതുപോലെ വെളുക്കുകയും ചെയ്യും, നല്ലതുപോലെ മണക്കും കേട്ടോ. ഈ ചൂട് സമയത്തൊക്കെ വരുന്ന ദുർഗന്ധമൊക്കെ മാറ്റി കിട്ടാൻ നല്ലൊരു ടിപ്സാണ്. അപ്പം നമ്മൾ ഉപ്പ് ചേർക്കുകയാണെങ്കിൽ ഈച്ചയുടെയും അതിൻ്റെയൊക്കെ ശല്യം ഒഴിവാക്കാൻ നല്ലൊരു ടിപ്സാണ്. അതിനുശേഷം നമുക്ക് ഇതുപോലെ തറയൊക്കെ തുടച്ചെടുക്കുകയാണെങ്കിൽ ഈ ചൂട് സമയത്തൊക്കെ നല്ലതുപോലെ വീട് മൊത്തം മണക്കും കേട്ടോ. അപ്പോൾ കംഫർട്ടിൻ്റെ കാര്യം പറയണ്ടല്ലോ, നല്ല മണമാണ്. നമ്മൾ തുണികളിലൊക്കെ നമ്മൾ മുക്കുമ്പോൾ തന്നെ നല്ല മണമാണ്. അതുകൊണ്ട് നമ്മൾ തറയൊക്കെ തുടക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ് കേട്ടോ. അപ്പോൾ ഈ കൊടും ചൂടിൽ നമ്മളെ വീടൊക്കെ നല്ലതുപോലെ വൃത്തിയാകും. ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ലൊരു ടിപ്സാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കണേ. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ ഇതുപോലത്തെയൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന സ്പ്രേ ബോട്ടിലൊക്കെ കാണുമല്ലോ. അപ്പോൾ അതൊന്നും കളയരുത് കേട്ടോ. നമുക്ക് ഇതുപോലെയൊക്കെ കുറേ ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ആ ഒരു സ്പ്രേ ബോട്ടിലേക്ക് കുറച്ച് കംഫർട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ബോട്ടിൽ നിറച്ചും വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കതിനെ മൂടി കൊടുക്കാം. അപ്പോൾ ഈ സ്പ്രേ കൊണ്ട് നമുക്ക് വീട് മൊത്തം വൃത്തിയാക്കാനുള്ള കുറേ വിദ്യകളുണ്ട്. അപ്പം ഞാൻ ഇവിടെ ഇത് നല്ലതുപോലെ ഒന്ന് കുലുക്കി കൊടുക്കുകയാണ്. ആ കംഫർട്ടും വെള്ളവും കൂടി നല്ലതുപോലെ മിക്സായ ശേഷം നമുക്ക് ഈ ഡൈനിങ് ടേബിളിൻ്റെ പുറത്തൊക്കെ നമ്മൾ മീനും അതുപോലെ തന്നെ ഇറച്ചിയൊക്കെ നമ്മൾ കഴിക്കുമ്പോഴൊക്കെ നല്ല സ്മെല്ല് കാണും. അപ്പോൾ അവിടെയൊക്കെ നല്ലതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത ശേഷം ഒരു തുണി കൊണ്ട് നല്ലതുപോലെ ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ല മണമായിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു നല്ലതുപോലെ അത് വൃത്തിയാവുകയും ചെയ്യും, നല്ലൊരു മണമായിരിക്കും കേട്ടോ. അപ്പം ഞാൻ ഇവിടെ എല്ലാ ഭാഗത്തും ഒന്ന് നല്ലതുപോലെ തുടച്ച് കൊടുക്കുകയാണ് ആ ഡൈനിങ് ടേബിളിൻ്റെ. അപ്പോഴും നമുക്ക് നല്ലതുപോലെ ആ ഒരു സ്മെല്ല്, അഴുക്ക സ്മെല്ലെല്ലാം മാറി നല്ല കംഫർട്ടിൻ്റെ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ വീട് മൊത്തം. അതുമാത്രമല്ല കേട്ടോ, നമ്മൾ
നമ്മൾ കിടക്കുന്ന ആ കട്ടിൻ്റെ പുറത്തൊക്കെ ആ ഒരു ബെഡ്ഷീറ്റിൻ്റെ മുകളിലൊക്കെ നമുക്ക് എപ്പോഴും വേർപ്പിൻ്റെ ഒരു ഇതുണ്ടതുകൊണ്ട് അതിൻ്റെ ഒരു സ്മെല്ല് വരും. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു വേർപ്പിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ എത്ര തന്നെ വൃത്തിയാക്കിയാലും ഇതുപോലത്തെ സ്മെല്ലുകൾ വരാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അതുമാത്രമല്ല നമ്മളെ വീട്ടിലുള്ള സെറ്റിയിലൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. നമ്മൾ സ്ഥിരമായിട്ട് ഇരിക്കുന്ന സെറ്റിയിലൊക്കെ ആണെങ്കിൽ നല്ലതുപോലെ വേർപ്പിൻ്റെ ഇതൊക്കെ വരാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ മണമായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു അഴുക്ക് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എല്ലാം മാറിക്കിട്ടും. അപ്പോഴെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഈ ചൂട് സമയത്ത് പ്രത്യേകിച്ച് ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, നമ്മൾ ഗ്യാസ് അടുപ്പിലൊക്കെ നമ്മൾ പാചകമൊക്കെ ചെയ്ത് തീർന്നതിന് ശേഷം അവിടെ വരുന്ന ആ ഒരു സ്മെല്ലൊക്കെ മാറി കിട്ടാൻ വേണ്ടി ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു കോട്ടൺ തുണിയൊക്കെ ഉപയോഗിച്ച് തുടയ്ക്കുകയാണെങ്കിൽ നല്ലതുപോലെ മണക്കും. അതുമാത്രമല്ല നമ്മൾ കിച്ചൺ കൗണ്ടർ ടോപ്പിലൊക്കെ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കാണിച്ച എല്ലാ ടിപ്സുകളും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറന്നു പോവല്ലേ.